സുഹൃത്തുക്കളെ, ട്രാവൽ വിഷൻ മീഡിയയുടെ മറ്റൊരു മനോഹര മൂന്നാർ യാത്രാ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടിമാലി മുതൽ മൂന്നാർ വരെ കണ്ട പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം അടിമാലിയിൽ നിന്നും കാർ മാർഗം നമ്മൾ ഈ അടിമാലി ചുരം കയറി ഇങ്ങനെ പ്രകൃതിയുടെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ മൂന്നാർ ഭാഗത്തേക്ക് യാത്ര തുടർന്നു. ഈ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന ഫോറസ്റ്റും അതുപോലെ തന്നെ തേയിലച്ചെടികളുടെ വശ്യഭംഗിയും നമ്മളുടെ മനം കുളിർക്കുന്ന കാഴ്ചകളാണ്. ഈ പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമ്മുടെ മനസ്സിനും അതുപോലെ കണ്ണുകൾക്കും ഒരു വിരുന്നായിരുന്നു. അപ്പം നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുവരാം. Drive to the beach. The sun was setting, it was just you and me. Wind in my hair and the sand in my shoes. Could've chosen anyone, but I choose you. ഇരുവശത്തും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ കൂറ്റൻ ഫോറസ്റ്റ് സീനറിയും നമ്മുടെ മനസ്സിന് വിരുന്നേകുന്നു. ഇടയ്ക്കുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഇവിടെ സഞ്ചാരികൾ യാത്രക്കാർ ഇറങ്ങി വിശ്രമിക്കുന്നത് കാണാം. അതിനുശേഷം നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ളത് തേയിലച്ചെടികളുടെയും അതുപോലെ തന്നെ മറ്റ് മനോഹരമായ കാനന ഭംഗിയുടെയും അവിസ്മരണീയമായ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. അവർക്കറിയാം ഞാൻ അതിലുള്ള യാത്ര പോയത്. എന്റെ ആസ്ഥാന യാത്രക്കാരൻ എല്ലാവരും പറയും. ചില കാലം പിള്ളേർ യാത്ര പോയില്ല ചോദിക്കും എപ്പോഴും. നമുക്ക് എല്ലാ സ്റ്റാഫും പോകും. ചെറിയ ചെറിയ ജംഗ്ഷനുകളും സെറ്റിൽമെൻറ്റ് കോളനികളും പിന്നിട്ട് അതുപോലെ തന്നെ കൂറ്റൻ ഭീമാകാരങ്ങളായ മലകളുടെയും പാറകളുടെയും ദൃശ്യങ്ങളും പിന്നിട്ട് ഈ പ്രകൃതിയുടെ പച്ചപ്പ് നിറന്നുകൊണ്ട്, ഇപ്പോൾ മഴയുള്ള സീസണായതിനാൽ എവിടെ നോക്കിയാലും നല്ല ഹരിത ഭംഗിയാണ്. ഈ പച്ചപ്പിൽ നമ്മളും സ്വയം അലിഞ്ഞില്ലാതാവുന്ന മനോഹര കാഴ്ചകൾ. അങ്ങനെ നമ്മളുടെ യാത്ര ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ ഭംഗി മാത്രം. മരങ്ങളൊക്കെ ഇങ്ങനെ മയില് പോലെ പീലി വിടർത്തിയാടുന്ന ദൃശ്യ ഭംഗിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
ശരിക്കും ഈ മഴയുടെ ശല്യമുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കൊക്കെ യാത്ര പോകേണ്ടത് ജൂൺ മാസത്തിൽ തന്നെയാണ്. ജൂൺ മാസത്തിലെ ഇടയ്ക്കിടയ്ക്കുള്ള ചാറ്റമഴയും കയറി വരുന്ന കോടമഞ്ഞും ആസ്വദിച്ചുകൊണ്ട് ഇതുവഴിയുള്ള യാത്ര വിവരണങ്ങൾക്ക് അതീതമാണ്. അങ്ങനെ നമ്മൾ പോയി പള്ളിവാസൽ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഒരു ഇടയ്ക്കുള്ള ചെറിയൊരു ടൗണാണ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ റോഡ് കൊച്ചി തേനി നാഷണൽ ഹൈവേയുടെ ഭാഗമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് വളവുകളൊക്കെ നിവർത്തുന്ന പണികൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ പതുക്കെ മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം. റോഡ് പണിയുടെ ഒക്കെ ഇതുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതിലേക്കൂടെ യാത്ര പോകാൻ. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ മനോഹാരിത നുകർന്നുകൊണ്ട് ഇരുവശത്തുമുള്ള അരുവികളും ഇടതൂർന്ന് നിൽക്കുന്ന വനത്തിൻ്റെയും ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മധുരമായി തുടരുകയാണ്. മനസ്സിലെങ്ങും അമൃതം പെയ്യുന്ന അവസ്ഥ. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര മനോഹരമായ തേയിലക്കാഴ്ചകൾ, ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് എത്തിച്ചേർന്നു. വിശാലമായി
പരന്നു കിടക്കുന്ന പ്രകൃതിയുടെ ഭംഗി വിളിച്ചോതുന്ന ഈ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെ നമ്മുടെ വാഹനം മന്ദം മന്ദം നീങ്ങി. തേയിലച്ചെടികൾ ശരിക്കും മൂന്നാറിൽ കാണുന്ന അത്ര വശ്യത മറ്റു ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല. പ്രകൃതിയുടെ ആവരണം പോലെ മലമുടക്കുകൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തൊഴിലാളികളുടെ അധ്വാനത്താൽ പടുത്തുയർത്തിയ ഈ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. തേയിലത്തോട്ടമാകുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഇവിടെ വാഹനം നിർത്തി കാഴ്ചകൾ കാണാൻ വേണ്ടി കുറേ നേരം ചിലവഴിക്കാറുണ്ട്. അങ്ങനെ ആ തേയിലത്തോട്ടത്തിൻ്റെ വശ്യതയിലൂടെ വാഹനം നിർത്താൻ പറ്റിയ ഒരു സ്ഥലം നോക്കി നമ്മൾ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കൊക്കെ തേയിലക്കുളുന്ത് നുള്ളിക്കൊണ്ടുപോകുന്ന തൊഴിലാളികളെ കാണാം. അവരുടെ തേയിലക്കുളുന്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ഈ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയിൽ ലയിച്ചുകൊണ്ട് നമ്മൾ വാഹനം നിർത്താൻ ഒരു സ്ഥലം നോക്കിക്കൊണ്ട് പതുക്കെ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കൊക്കെ ഇതുവഴിയുള്ള യാത്രക്കാർ വാഹനം നിർത്തി ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുന്നതുമൊക്കെ കാണാമായിരുന്നു. നമ്മളും ഇവിടെ ഒരിടത്ത് വാഹനം നിർത്തി ഈ വിശാലമായി പരന്നു കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചയിൽ മുഴുകിക്കൊണ്ട് കുറച്ചു നേരം നമ്മൾ വാഹനത്തിൽ നിന്നിറങ്ങി ഇവിടെ വിശ്രമിച്ചു. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു എന്നും. ശരിക്കും നമുക്ക് ഇത് കണ്ടു നിൽക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ കഴിയാത്ത അവസ്ഥ. അപ്പം നമ്മുടെ വാഹനം ഇവിടെ സൈഡ് കിട്ടി, ഇവിടെ പാർക്ക് ചെയ്തു. തേയിലത്തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. KSRTC ബസ് പോകുന്ന കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. ഈ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഈ വാഹനങ്ങൾ വരുന്നത് തന്നെ കാണാൻ ഇതായിരുന്നു. അങ്ങകലെ കോടമഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മെല്ലെ യാത്ര മുന്നോട്ട് തുടർന്നു. നേരെ ബൈപ്പാസ് വഴി നേരെയുള്ള വഴി ആദ്യം വന്നില്ലേ, ആ വഴിയായിരുന്നു ശരിക്കുള്ള വഴി. ഇപ്പൊ കറക്റ്റ്
തേയില കിട്ടാൻ പിന്നെ കാപ്പി തേയില ഇവിടെ കുറച്ചേ ഉള്ളൂ. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ആ മനോഹര യാത്ര ഇങ്ങനെ അന്തമില്ലാതെ തുടരുകയാണ്. നമ്മൾ മൂന്നാർ ടൗൺ വരെയുള്ള യാത്രയാണ് ഇന്നിവിടെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ശരിക്കും നമ്മൾ മറയൂരിലാണ് താമസിക്കാൻ പോകുന്നത്. മറയൂരിൽ നിന്നുള്ള ചിത്രീകരണം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പബ്ലിഷ് ചെയ്യുന്നതാണ്. നല്ലൊരു പടമാണ് ഇത്. കഴിഞ്ഞിട്ടോ അതല്ല ഇത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ അവസാനം മൂന്നാർ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ മൂന്നാർ ഒരു ചെറിയ ടൗണാണ്. ശരിക്കും തമിഴ് വംശജരാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ. കടകളെല്ലാം നടത്തുന്നത് തമിഴ് വംശജരാണ്. മലയാളികൾ നാമമാത്രമായിട്ട് മലയാളം സംസാരിക്കുന്നവർ വളരെ നാമമാത്രമായിട്ടേ ഉള്ളൂ. ഇതൊരു തമിഴ് ഭൂരിപക്ഷ പ്രദേശമാണ്. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തമിഴാണ് ഇവിടെ മുഖ്യമായും സംസാരിക്കപ്പെടുന്നത്.
തേയിലക്കാടുകളും വനപ്രദേശങ്ങളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങും കണ്ടുകൊണ്ട് അവസാനം നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിച്ചേർന്നു. ഈ വലതു ഭാഗത്താണ് KSRTC സ്റ്റാൻഡ്. അങ്ങനെ ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഭക്ഷണശാലകളും എല്ലാമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ. ഇതാണ് മൂന്നാർ ടൗൺ. ശരിക്കും മൂന്നാർ ടൗണിൽ അല്ല, നമ്മൾ ഉള്ളിലോട്ട് മാറുമ്പോഴാണ് ഇവിടുത്തെ പ്രകൃതിയുടെ ശരിക്കുള്ള ഭംഗി കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലൂടെ വട്ടവടയിലേക്കും അതുപോലെ തന്നെ മറയൂര് ചെന്നിട്ട് കാന്തല്ലൂർ ഭാഗത്തേക്ക് പോയി അവിടുത്തെയും ഭംഗിയെല്ലാം ആസ്വദിക്കാൻ പറ്റും. മറയൂർ കഴിഞ്ഞും ചിന്നാർ എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളെ ഏവരെയും ആകർഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, കേരളത്തിലെ സ്വർഗം, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മൂന്നാർ. അങ്ങനെ നമ്മുടെ യാത്ര ഈ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ടൗണാണ്, എന്നിരുന്നാലും എപ്പോഴും വളരെ തിരക്കുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്നും വലത്തോട്ട് പോയിക്കഴിഞ്ഞാൽ ദേവികുളം വഴി പൂപ്പാറ തേക്കടിയിലേക്കുള്ള റോഡുണ്ട്, മനോഹരമായ റോഡുണ്ട്. പിന്നെ ഗ്യാപ്പ് റോഡ് വഴി പോയി പിന്നെ നമുക്ക് തേനിയിലേക്ക്
എത്തിച്ചേരുന്ന കൊച്ചി തേനി നാഷണൽ ഹൈവേ ഉണ്ട്. കൊച്ചി മധുരയാണെന്ന്, കൊച്ചി മധുര നാഷണൽ ഹൈവേ ഉണ്ട്. ഒരു സൈഡിലുമുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. എങ്ങും എവിടെയും തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിത മാത്രം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ടാറ്റ കമ്പനിയുടെ തന്നെ ഒരു ഇതുണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് കമ്പനിയിലേക്ക് തന്നെ നല്ല പ്രീമിയം തേയില ഐറ്റങ്ങൾ, തേയില ഉൽപ്പന്നങ്ങൾ എല്ലാം വാങ്ങാം. പിന്നെ ധാരാളം കടകളുണ്ട്. ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് വിൽക്കുന്ന കടകൾ, അതുപോലെ സ്പൈസസ്, എല്ലാത്തരം സ്പൈസസും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ മൂന്നാർ ടൗൺ എന്തുകൊണ്ടും നമുക്ക് എല്ലാ തരത്തിലും ആസ്വദിക്കാൻ പറ്റിയ ഒരു പട്ടണമാണ്.